ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ഏതിനോട് ചേരുന്നുവോ അതിൻ്റെ സ്വഭാവമായിരിക്കും നമുക്കുണ്ടാവുക. അതിനാൽ സത്തായിരിക്കുന്ന ആ പരമചൈതന്യത്തോട് ചേരുമ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമുക്കുണ്ടാവും. അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളോടാണ് ചേരുന്നതെങ്കിൽ അസത് സ്വഭാവവുമായിരിക്കും നമുക്ക്. അതിനാൽ നാം സർവകാലത്തും സർവയിടത്തും നാം സത്തുമായുള്ള സംഘമാണ് നമുക്കുണ്ടാവേണ്ടത്. നാം എന്ത് ചെയ്യുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും നാം ആ ഭാവത്തിൽ വർത്തിക്കണം. അതുകൊണ്ട് മുനിമാർ പറയുന്നു, ഈശ്വരാഭിമുഖന്മാരാം മതിമാന്മാർക്കുമന്നിതിൽ പ്രപഞ്ച വ്യവഹാരത്താൽ ഉള്ളം മാലിന്യമേകിടാം. നമ്മുടെ മനസ്സെപ്പോഴും ആ പരമാത്മാവിനെക്കുറിച്ച് മാത്രമാണ് വർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ഈ ലോകവ്യവഹാരം ചെയ്യുമ്പോൾ ഒരിക്കലും ലോകത്തിൻ്റെ മാലിന്യം നമ്മിലേക്ക് പ്രവേശിക്കുകയില്ല. സർവയിടത്തും കാണുന്നതെല്ലാം അതുതന്നെ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന എഴുത്തച്ഛൻ്റെ ആ പദം, ആ വരികൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈശ്വരാഭിമുഖന്മാരാം, എപ്പോഴും ആ ഈശ്വരഭാവത്തിൽ തന്നെ ഈ പ്രപഞ്ച വസ്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമാന്മാരായ യോഗീശ്വരന്മാർ ഈ ഭൂമിയിൽ എങ്ങനെ സഞ്ചരിച്ചാലും ഈ പ്രപഞ്ചത്തിൽ ഏത് തരത്തിൽ വ്യവഹരിച്ചാലും, അവർ ഗൃഹസ്ഥരായാലും സന്യാസിയായാലും ബ്രഹ്മചാരിയായാലും ഇനി ഇതൊന്നും അല്ല അത്യാശ്രമികളായാലും അവർ എപ്പോഴും അതിനെ തന്നെ സ്മരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സംഗമമോ അതുപോലെ മാലിന്യങ്ങളോ ഒന്നും അവരെ ബാധിക്കുകയില്ല. അവർ ഈ ദുഃഖാത്മകമായ അവസ്ഥയിൽ പരമാനന്ദികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളും ശീലിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും നാം ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നിരിക്കുന്നത് ദുഃഖിച്ച് കാലം കഴിയാൻ അല്ല. നമുക്ക് എല്ലാ കഴിവുകളും തന്നിരിക്കുന്നു. ശരീരം തന്നു, ആരോഗ്യം തന്നു, ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നു. ആ സർവേശ്വരൻ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ ഇതിൽ നിന്നെല്ലാം വേർപെട്ട് താനൊരു പ്രത്യേക വ്യക്തിയായി ദൂരെ മാറി നിന്നും എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്ന് വിലപിക്കുന്നത് അജ്ഞത കൊണ്ട് മാത്രമാണ്. ആ അജ്ഞത നീക്കി നാം ജ്ഞാനികളായിത്തീരേണ്ടതാണ്. നാം ജീവിതഭാരം ലഘൂകരിച്ച് സന്തോഷവാന്മാരായി ഈ ലോകത്തിൽ വിഹരിക്കാൻ വേണ്ടി വന്നവരാണ്, അല്ലാതെ കരയാൻ വേണ്ടി ജനിച്ചവരല്ല. ഈശ്വരാഭിമുഖന്മാരാം മതിമാന്മാർക്കുമന്നിതിൽ പ്രപഞ്ച വ്യവഹാരത്താൽ ഉള്ളം മാലിന്യമേകിടാ.